ഇവൻ കുഞ്ഞിലെ മുതൽ അച്ഛന്റെ ഒപ്പം പേസ്ട്രീസ് ഉണ്ടാക്കുന്നു. ഓരോ തവണയും ബേക്ക് ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് അച്ഛൻ അവനെ ഫോഴ്സായി പുറത്തയക്കുന്നു. അതിനുശേഷം അച്ഛൻ അത് ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓൾറെഡി ഒത്തിരി പേർ കടയുടെ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. പക്ഷെ അദ്ദേഹം ഒരു ട്രേ മാത്രമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനുശേഷം ഒരാൾക്ക് ഒന്നെന്ന രീതിയിൽ വളരെ സ്ട്രിക്റ്റ് ആയാണ് അത് വിൽക്കുന്നത്. അപ്പോൾ മകൻ അദ്ദേഹത്തോട് എനിക്കും റെസിപ്പി പറഞ്ഞു തന്നാൽ പ്രൊഡക്ഷൻ കൂടുതലാക്കി ഒത്തിരി സമ്പാദിക്കാമല്ലോ എന്ന് പറയുന്നു. പക്ഷെ അവന്റെ അച്ഛൻ അവൻ പറയുന്നത് കേൾക്കാതെ എന്നത്തെയും പോലെ അവനെ പുറത്താക്കുന്നു. അതുകൊണ്ട് അവൻ അച്ഛൻ ചെയ്യുന്നത് ഒളിഞ്ഞു നോക്കി പേസ്ട്രീസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. നോക്കുമ്പോൾ അവൻ എത്ര ശ്രമിച്ചിട്ടും അവന്റെ അച്ഛൻ ചെയ്യുന്നതിന്റെ പകുതി ടേസ്റ്റിൽ പോലും ഉണ്ടാക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് വീട്ടിൽ നിന്നിറങ്ങിയവൻ സിറ്റിയിലേക്ക് വന്ന് തന്റെ ഫാമിലിയോടൊപ്പം ജീവിക്കുന്നു. അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞ് പെട്ടെന്നൊരു ദിവസം അവന്റെ മകൾക്കൊരു രോഗം വന്ന് അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ ഒത്തിരി കാശ് ചെലവാകുമെന്ന് പറയുന്നു. അതറിഞ്ഞ അച്ഛൻ അവനെ ഹെൽപ്പ് ചെയ്യുന്നതിനായി റൂൾസ് ബ്രേക്ക് ചെയ്ത് ഒത്തിരിയധികം പേസ്ട്രീസ് ഉണ്ടാക്കുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് മകളുടെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് അയാളുടെ മകൻ തന്റെ മകളെയും കൊണ്ട് വീട്ടിലേക്ക് വരുന്നു. നോക്കുമ്പോൾ ഓൾറെഡി അദ്ദേഹം മരിച്ചിരിക്കുന്നു. അപ്പോഴാണ് അവൻ ഒരു കാര്യം അറിയുന്നത്. അവരുടെ കുടുംബത്തിൽ ഈ തൊഴിൽ ചെയ്ത ആരും തന്നെ ഒത്തിരി നാൾ ജീവിച്ചിട്ടില്ല. അതിനുശേഷം അച്ഛന്റെ സീക്രട്ട് റെസിപ്പി കണ്ടുപിടിച്ചവൻ അതെന്താണെന്നറിഞ്ഞതും ഷോക്കാവുന്നു. അതെന്താണെന്ന് വെച്ചാൽ വിറക് കത്തിക്കുമ്പോൾ വരുന്ന പുക ശ്വസിച്ചാണ് അവർ കറക്റ്റ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കുന്നത്. ആ പുക ശ്വസിച്ചത് കൊണ്ടാണ് അവരുടെ ഫാമിലിയിലെ ആരും ഒത്തിരി ദിവസം ജീവിച്ചിരിക്കാത്തത്. അതുകൊണ്ടാണ് അവന്റെ അച്ഛൻ വളരെ കുറച്ച് മാത്രം ഉണ്ടാക്കിയിരുന്നത്. പക്ഷെ തന്റെ പേരക്കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കൂടുതൽ പേസ്ട്രീസ് ഉണ്ടാക്കിയത് കൊണ്ടാണ് അദ്ദേഹം മരിച്ചത്. ഇക്കാര്യമെല്ലാം അറിഞ്ഞ മകൻ കുഞ്ഞിലെ മുതൽ അച്ഛനോട് ദേഷ്യം കാണിച്ചു തോർത്ത് വളരെയധികം സങ്കടത്തോടെ കരയാൻ തുടങ്ങുന്നു.